പഴുത്ത പപ്പായയായിട്ട് പച്ച പപ്പായയായിട്ട് വളരെ ഔഷധ ഗുണമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും എന്തെടുത്ത് നോക്കിയാലും പപ്പായ മരം വളരെ ഉപകാരപ്രദമായ എല്ലാവരുടെ വീട്ടിലും ഒരു മരമെങ്കിലും ഇപ്പോൾ ഉണ്ടാവും അല്ലേ. നമുക്ക് പ്ലാസ്റ്റിക് ബാഗിൽ ചാക്കിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റും. ഈവൻ നമ്മളുടെ ചട്ടിയിൽ വരെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കുന്ന കിടിലൻ മരം തന്നെയാണ്. വളരെ ഔഷധ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷയാണ് നമ്മുടെ പപ്പായ. ഈ പപ്പായ കൊണ്ട് ഇതുവരെ അറിയാത്ത നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ഒരു കറ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പച്ച പപ്പായ അരിയുമ്പം അതിൻ്റെ കറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്കി ആവും അല്ലേ. അപ്പോൾ നമ്മളൊരു പപ്പടം എടുക്കുക, ഇതുപോലെ കറ നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന പപ്പായ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ മതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല പോലെ തന്നെ കഴുകിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അതിൽ മരുന്നുകളൊക്കെ അടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. മിക്കപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണല്ലേ ഇത്. നമ്മൾ തോരൻ വെച്ചും അതാക്കിയൊക്കെ നമ്മൾ അപ്പോൾ പപ്പടത്തിൽ ഇതുപോലെ അതിൻ്റെ കറ മുഴുവനെയും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. മാസത്തിൽ ഒരിക്കൽ ചെറിയ കുട്ടികളാണെങ്കിലും, ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വയറ്റിലുണ്ടാവുന്ന ചെറിയ കൃമികൾ, ശല്യം, അതുപോലെ വയറ് ക്ലീൻ ആകാനായിട്ട്, വയറിലുണ്ടാവുന്ന അസ്വസ്ഥതകൾ മാറുവാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതി. അവർ വെറുതെ ക്രഞ്ചി ആയിട്ട് ഇരിക്കുമ്പോൾ അവർ കഴിച്ചോളും. വളരെ ഒരു 5 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു പപ്പടമൊക്കെ കൊടുത്താൽ മതി. 10 വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ ഒരു പപ്പടം കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ച് പിന്നെയും അവരോട് വ്യക്തമായി ചോദിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വളരെ എഫക്റ്റീവായിട്ട് ഞാൻ കുട്ടിക്കാലങ്ങളിൽ ഇത് വളരെ അധികം കഴിച്ചിട്ടുണ്ട്. വയറിനധികം ഇപ്പോൾ ഉള്ള പോലെ തന്നെ പണ്ടൊന്നും നമ്മളെപ്പോഴൊന്നും ഡോക്ടറുടെ അടുത്തൊന്നും പോവില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള പൊടിക്കൈകളാണ് നമുക്ക് അവരൊക്കെ ചെയ്തു തന്നിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കറ ഇതുപോലെ വെച്ചൊരു പാത്രത്തിൽ നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കണം, ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾക്ക് ഇപ്പോൾ പറമ്പിലൊക്കെ പോയി പെട്ടെന്നൊരു ചൊറിച്ചിൽ വന്ന് ചൊറിയണം നമ്മുടെ ദേഹത്ത് തൊട്ട്, അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊരു ചൊറിച്ചിൽ വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വലിയ കരപ്പനും അതൊന്നുമല്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇച്ചിനിങ്ങൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. സ്കിന്നിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ ആ ചൊറിച്ചിൽ മാറുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പപ്പായയുടെ തൊലി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി കൂടുതലായിട്ട് ദശയോടുകൂടി ഇത്തിരി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ തോരനൊക്കെ വെക്കാനായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് കയറ്റി നമ്മൾ തൊലി മാത്രമല്ല ഇത്തിരി കഴമ്പും കൂടെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പിന് വേണ്ടിയാണ്. നമുക്കിപ്പം നമ്മൾ തോരൻ വെക്കാനായിട്ട് പപ്പായൊക്കെ എടുക്കാറുണ്ട്. നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും 1ഉം 2ഉം പപ്പായ മരം. അപ്പോൾ ആഴ്ചയിൽ ഒരു 2ഓ 3ഓ ദിവസമെങ്കിലും നമ്മൾ പപ്പായ തോരൻ, അതുപോലെ പരിപ്പും പച്ച പപ്പായയിട്ട് കറി വെക്കുക, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ദേശയോടുകൂടി കുറച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, തൊലി മാത്രമല്ലാതെ. എന്നിട്ട് നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ കറ കുറച്ചൊന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല, അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതി. അതിലേക്ക് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏത് മഞ്ഞളാണോ, പച്ചമഞ്ഞളാണോ അല്ലെങ്കിൽ ഉണക്ക മഞ്ഞളാണോ, ഏത് മഞ്ഞളാണ് നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പരുവമാക്കിയിട്ട് നമ്മളുടെ മുഖത്തുണ്ടാകുന്ന രോമങ്ങൾ മാറുവാൻ, അത് എന്താണ് പറയുക, കൊഴിഞ്ഞു പോയതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് നമ്മൾ പുരട്ടി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ നമ്മളുടെ രോമ വളർച്ച കൺട്രോൾ ആകാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ സൂത്രമാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ വാക്സ് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല. നമ്മൾ ബ്ലീച്ചൊക്കെ ഇടുമ്പോൾ വളരെ സൈഡ് എഫക്റ്റാണ്. ആദ്യം നിങ്ങളിതൊന്ന് നമ്മളുടെ ഏതെങ്കിലും ഒരു കവളുടെ താഴെ എവിടെയെങ്കിലും നിങ്ങൾ സ്കിന്നിൽ ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം
യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്ന്. യൂസ് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ ഇത് തേച്ച് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാട്ടോ. ആഴ്ചയിൽ 2 ദിവസം മസ്റ്റായിട്ടും ചെയ്യുക. നിങ്ങൾ രോമം കൊഴിഞ്ഞു പോയിട്ട് അവിടെ നല്ല ക്ലിയർ ആവും. നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുമ്പോൾ അവിടെ രോമ വളർച്ച വളരെ കുറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ ഇടാവുള്ളൂ. എല്ലാവർക്കും പിടിക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്തതായിട്ട് പപ്പായ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തത് നമുക്ക് ഒന്ന് ചീകി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ചീകി എടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ പപ്പായ ഇതുപോലെ ഒന്ന് ചീകി എടുക്കുക. വളരെ നൈസായിട്ട് ചീകി എടുത്താൽ അത്രയും നല്ലത്. നമുക്ക് എപ്പോഴും പപ്പായ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ വർഷങ്ങളായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ നമ്മളുടെ പപ്പായ മരത്തിൽ കായായി ഒറ്റ സമയത്ത് തന്നെ കുറച്ചധികം കായകൾ ഉണ്ടായി വരും. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഉപയോഗത്തിന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ചിലത് നമ്മൾ പഴുപ്പിച്ചിട്ട് കഴിക്കാനൊക്കെ എടുത്ത് വെക്കില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. പണ്ട് കാലങ്ങളിൽ കുക്കറിലൊന്നും നോൺ വെജ് ഒന്നും വെച്ചിരുന്നില്ല. മൺകലത്തിലും അതുപോലെ ഉരുളിയിലൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അത് പപ്പായ വലിയ കഷ്ണങ്ങളായി മുറിച്ചിടും, അല്ലെങ്കിൽ നമ്മുടെ ചിരട്ട കഷ്ണം ഇടുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓടിൻ്റെ കഷ്ണം ഇടുക. അങ്ങനെ കുറേ ടിപ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് പപ്പായ ഇതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായാലും കേടാവില്ല. 2 വെയിൽ, നല്ല 2 വെയിൽ കൊണ്ടാൽ തന്നെ ഇത് ഉണങ്ങി നല്ല ചുക്ക് പരുവായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇറച്ചി പൊരിക്കുമ്പോഴാണെങ്കിലും നോൺ വെജ് പൊരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ഒരു മിശ്രിതം ചേർത്തിട്ട് നമ്മൾ പൊരിക്കുകയാണെങ്കിലും നല്ല മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആകാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മൾ കുക്കറിലൊന്നും വെക്കാതെ തന്നെ നമ്മൾ മൺചട്ടിയിലൊക്കെ നമുക്കിപ്പോൾ വെക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ലേ. ആ സമയങ്ങളിൽ കുക്കറിലാണെങ്കിലും നല്ല ഇറച്ചി നല്ല സോഫ്റ്റ് ആകുവാനും പെട്ടെന്ന് വെന്ത് കിട്ടുവാനും ഒക്കെ സഹായിക്കും. അതുപോലെ ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ വളരെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഈ ഒരു മീറ്റിന് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എപ്പോഴും പപ്പായ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണക്കി വെച്ചാൽ മാത്രം മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. യാതൊരു കേടും വരില്ല. അത് വർഷങ്ങളായാലും അതുപോലെ തന്നെ ഇരുന്നോളും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ പൊടിച്ച് വെച്ചാൽ മതി. ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പൊടി കുറച്ചൊന്ന് ഇട്ട് നോക്കും, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അടുത്തായിട്ട് ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു ഞാൻ ഇതുപോലെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പപ്പായയുടെ കുരുവിനും വളരെ ഔഷധ ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, ഇനിയുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. വളരെ വലിയ വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുരു മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം തൊലി ചെത്തിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്ന് കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇടിയപ്പോൾ ചെമ്പില അല്ലെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചോ ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഒരു 6 മാസം പ്രായം മുതൽ നമ്മൾ കുറുക്കൊക്കെ കൊടുക്കില്ലേ, അപ്പോൾ ഒരു 7 മാസം 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ പപ്പായ വേവിച്ചതിന് ശേഷം ആവിയിൽ വേവിക്കുന്നതാണ് വളരെ നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബദാം വെള്ളത്തിലിട്ട് കുതിർത്തി തൊലി കളഞ്ഞെടുത്ത ബദാം ഒരു 5 6 ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മധുരം നിങ്ങൾക്ക് കൽക്കണ്ടോ അല്ലെങ്കിൽ ചക്കരയോ പഞ്ചസാര എന്താണോ അത് ഇട്ട് കൊടുക്കാം. പാലൊഴിച്ച് നമുക്കൊന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പച്ച പപ്പായ കഴിക്കാത്ത കുട്ടികൾ, തോരൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. വളരെ നല്ലതെന്ന് പറഞ്ഞാൽ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മളിപ്പം വാടിയതാകട്ടെ കൊഴിഞ്ഞു വീണതാകട്ടെ ഏതാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. മൂപ്പ് വരാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് തൊലിയൊന്നും കളയാതെ തന്നെ അതിൻ്റെ മൂട് മാത്രം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് കഷ്ണിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഷേപ്പ് ഒന്നും വേണമെന്നില്ല. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഐസ് ട്രേയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് നമ്മളൊന്ന് ഐസ് നല്ല കട്ടിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമുക്ക് കുറച്ചധികം കിട്ടുന്ന സമയമാണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലുള്ള പണികൾ വളരെ എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്കൊരു 2-3 ട്രിപ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ച് ഒരു പപ്പായ തന്നെ നമുക്കൊരു 3 ആഴ്ചത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു
പപ്പായയുടെ ഈ ഒരു മിശ്രിതം നമുക്ക് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മീൻ, ഇറച്ചി ഇവയെല്ലാം നമ്മൾ കഴുകുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ഒരു ബാഡ് സ്മെൽ എന്ത് വന്നാലും പോവില്ല അല്ലേ. ഒരു ദിവസം ഇത് വെച്ചപ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് ഐസ് ക്യൂബായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് എടുത്ത് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ തന്നെ, ഫ്രീസറിൽ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് ഇനി നമ്മളുടെ സ്കിന്നിൽ എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിനിങ്ങ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐസ് കൊണ്ട് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല എഫക്റ്റാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്ന് റബ്ബ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ചാള. വളരെ ഇഷ്ടമാണ് അല്ലേ, കുഞ്ഞു ചാളയാട്ടെ വലിയ ചാളയാട്ടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ ഒരു സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. നമ്മളെ വീട്ടിൽ മൊത്തം ആ ഒരു ചാള മേടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം അടുക്കളയും വീടും ബെഡ്റൂമും എല്ലാം വളരെ സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് 2 3 ഇട്ട് അതിലേക്ക് ഉപ്പും ഇട്ട് ആദ്യം നല്ലതുപോലെ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നല്ലതുപോലെ നിരടി ഈ ഒരു മിശ്രിതം, ഈ ഒരു ഐസ് മെൽറ്റ് ആകുന്നവരെ നമ്മളൊന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വെള്ളം തുറന്ന് വെക്കുക. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഈ ഒരു ചട്ടിയിൽ മാത്രം ഇട്ടിട്ടല്ല, വേറെ നമ്മൾ മാറ്റി മാറ്റി കഴുകുക. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഐസ് പോകുന്നത് വരെയും ഞാൻ ഇങ്ങനെയാണ് കഴുകി എടുക്കുന്നത്. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഉളുമ്പുമാണോ ബാഡ് സ്മെല്ലും ഒക്കെ പോയി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ കഴുകി എടുക്കുന്ന പോലെ ഒന്ന് കഴുകി എടുത്ത് നോക്ക്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും കറി വെക്കുമ്പോഴും ഒന്നും വീട്ടിൽ ആ ഒരു സ്മെല്ലേ വരില്ല. നമ്മൾ എത്ര നല്ലപോലെ കഴുകിയാലും കറി വെക്കുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴും വീട് മൊത്തം അതിൻ്റെ ഒരു സ്മെല്ലല്ല, അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ. അതുപോലെ ആ ഒരു പാത്രം, നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളാകട്ടെ സിങ്ക് ആകട്ടെ വളരെ ഒരു ബാഡ് സ്മെല്ലായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളുടെ ലിക്വിഡ് സോപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം മൊത്തം, ഇപ്പം നമ്മൾ ചാള മുറിക്കുമ്പോൾ മാത്രമല്ല നമ്മളുടെ പാത്രങ്ങൾക്ക് ഒരു ഉളുമ്പ് മണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറി, ഇപ്പോൾ മട്ടൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീട മണം ഒക്കെ ഉണ്ടാവൂലേ. ഏതൊരു ബാഡ് സ്മെല്ല് മാറ്റുവാൻ പാത്രങ്ങളിലാകട്ടെ നമ്മളുടെ സിങ്കിലാകട്ടെ എന്തിലാണെങ്കിലും നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് കഴുകി നോക്കട്ടോ. യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. നമ്മളെ കയ്യിൽ നമ്മളുടെ ബാഡ് സ്മെല്ല് വരെ നമുക്ക് അത് കളഞ്ഞെടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സിങ്കിലാകട്ടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഈ ഒരു ഐസ് ക്യൂബ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ആകെ ഒരു ബുദ്ധിമുട്ട് അതൊന്ന് അടിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ബാഡ് സ്മെല്ലിൻ്റെ കാര്യം ആലോചിക്കുമ്പം അതിൻ്റെ അത്രയും വലിയൊരു കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ ഇട്ട് വെച്ച് നമുക്ക് പാത്രം കഴുകുമ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സിങ്കിലുണ്ടാവുന്ന ബാഡ് സ്മെല്ല്, ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഐസ് ക്യൂബ് 1 2 ഇട്ട് കൊടുത്തിട്ട് നേരിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ബാഡ് സ്മെല്ല് മാറിക്കിട്ടാൻ ഇതിലും നല്ലൊരു ടിപ്പ് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ ആ ഒരു സിങ്കിൽ വരുന്ന ബാഡ് സ്മെല്ലെല്ലാം മാറിക്കിട്ടും. അടുത്തതായിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിലാവുമ്പോൾ ചവർ ഇതുപോലെ ഇലകളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ കത്തിക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ കത്തിക്കുമ്പോൾ ഈ ഒരു പപ്പായ ഇല ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പപ്പായയുടെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പച്ച പപ്പായയുടെ ഉണങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പച്ച പപ്പായയുടെയാണ് കൂടുതൽ എഫക്റ്റ്. എന്ത് വന്നാലും 2-3 ഇലയെങ്കിലും നമുക്ക് കത്തിക്കാനായിട്ട് ഉണ്ടാകും. സന്ധ്യാസമയങ്ങളിലാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം വളരെ അധികമായിരിക്കും അല്ലേ. ഒരു 5-5:30 മുതൽ നമുക്ക് കൊതുകിൻ്റെ ശല്യം വളരെ അധികമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കൊതുകിനെ കളയാൻ മാത്രമല്ല, നമ്മളിപ്പം നമ്മളുടെ ഏതെങ്കിലും ഒരു ചെടി പൂപ്പൽ പിടിക്കുക, വെള്ള പൂപ്പൽ പിടിക്കുക, അല്ലെങ്കിൽ അത് കായ്ഫലം വരുന്നില്ല, അതിൽ പൂ ഇടുന്നുണ്ട് പൂ കൊഴിഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൽ ആ ഒരു ചെടിയിലുണ്ടാവുന്ന പൂപ്പലെല്ലാം മാറ്റാനായിട്ട് സഹായിക്കും. കറുത്ത കുത്തു വരിക, പൂപ്പൽ വരിക, ഇവയെല്ലാം ചെടികളിൽ നിന്ന്, ഇപ്പോൾ കറിവേപ്പിലയിലാണെങ്കിലും ആ ഏതൊരു മരത്തിലാണോ ഈ ഒരു പ്രശ്നമുള്ളത് അതിൻ്റെ ആ ചോട്ടിൽ ഇതുപോലെ കുറച്ച് ഇല കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ പപ്പായ ഇലയിട്ട് ഒന്ന് പുകച്ചു കൊടുത്താൽ മാത്രം മതി. അത് നല്ലപോലെ ആർത്ത് പിടിക്കുകയും ചെയ്യും. കറുത്ത കുത്തും അതുപോലെ പൂപ്പലും ഒക്കെ പോയി കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ കൊതുകിൻ്റെ ശല്യവും മാറിക്കിട്ടാൻ
മാറാനായിട്ട് വളരെ എഫക്റ്റീവ്. നമ്മൾ വെറുതെ പപ്പായയുടെ ഇലയൊക്കെ വെറുതെ കളയലാണ്, പക്ഷെ പപ്പായയുടെ ഇല ജ്യൂസ് കുടിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് ജ്യൂസ് കുടിക്കണ കാര്യങ്ങളും അതുപോലെ പപ്പായയുടെ ഗുണങ്ങളും ഇതിന് മുമ്പുള്ള കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല 100% റിസൾട്ട് കിട്ടുന്ന ടിപ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതായിട്ട്. ചെയ്ത് നോക്കണം മസ്റ്റായിട്ടും. അടുത്തായിട്ട് പപ്പായയുടെ ഇല ഇതുപോലെ ഒന്ന് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളിതൊന്ന് കഴുകി എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതിൽ ചെറിയ ചെറിയ പ്രാണികളും അതുപോലെ തന്നെ പൂപ്പലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഇത് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. 1-2 ഇല നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ പിഴിഞ്ഞ് കഴിഞ്ഞ നാരങ്ങയിലെ ആ നാരങ്ങയുടെ തോലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മളുടെ ഈ ഒരു പപ്പായ ഇല കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഇതിലേക്കൊന്ന് ഊറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിശ്രിതം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഒരു നുള്ള് മഞ്ഞളിടാട്ടോ, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇടണ്ട. പക്ഷേ വളരെ എഫക്റ്റീവ് ആകാനും ഒരു നുള്ള് മഞ്ഞൾ കൂടി, നല്ല ഒരു എന്താണ് പറയണത്, നല്ല ഒരു ലിക്വിഡായിട്ട് മാറും. ഒരു നുള്ള് മാത്രമേ ഇടാവുള്ളൂ, കുറേയൊന്നും ഇടരുത് കേട്ടോ. എന്നിട്ട് നമ്മളിത് ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും വരുന്ന ബാഡ് സ്മെല്ലുകൾ ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം. സെപ്റ്റിക് ടാങ്ക് നല്ല രീതിയിൽ അതിൻ്റെ ആ പ്രവർത്തനം നടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ലിക്വിഡാണ്. രാവിലെ എണീക്കുമ്പോൾ ഒന്ന് ഫ്ലഷ് ചെയ്താൽ മതി. കണ്ട നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സിങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മസ്റ്റായിട്ട് എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.